കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5, തിരുവചനങ്ങൾ 27 മുതൽ. അക്കാലത്ത് യാത്രാമധ്യേ ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ അവന് വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ത്? യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്തിൻ്റെ ഈ ഒരു ആദ്യ ദിവസങ്ങളിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയെ വിളിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഒരുപക്ഷെ മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ തൻ്റെ ഹൃദയം, തൻ്റെ ജീവിതവുമെല്ലാം കുറേ നാളുകളായിട്ട് ഈശോയിലേക്ക് ചെവി ചായച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് മത്തായി. കാരണം കർത്താവ് തൻ്റെ ശുശ്രൂഷകളെല്ലാം ആ ഒരു ദേശത്ത്, ആ ഒരു ടൗണിൽ എല്ലായിടത്തും നടക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുന്ന മത്തായിക്ക് കർത്താവിനെ കാണാനും കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷകളുമൊക്കെ ദർശിക്കാനും എല്ലാ തരത്തിലുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ കർത്താവ് തന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ മത്തായി എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ സഭാപിതാക്കന്മാർ പറയുന്നൊരു കാര്യം, എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ അത് വെറുതെ എഴുന്നേറ്റ് കർത്താവിൻ്റെ പിന്നാലെ കാലുകൾ കൊണ്ട് നടക്കുക എന്നുള്ളതല്ല, നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ വീണ്ടും ഉപവാസത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ഭാഗത്ത് അതിൻ്റെ 2ാം ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ. പ്രിയമുള്ളവരെ, ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടൊത്ത് വസിക്കുക, ഉപവസിക്കുക, കൂടെ വസിക്കുക എന്നുള്ളതാണ് അർത്ഥം. പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും നമ്മുടെ നോമ്പുകാലത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും 3 പ്രധാന കാര്യങ്ങളായിരിക്കെ ഇത് 3ഉം പരസ്പരം മാറ്റി നിർത്താവുന്ന 3 കാര്യങ്ങളല്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തുമ്പോൾ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തൻ്റെ പ്രയത്നത്തിൽ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തി ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റുന്നതിനെല്ലാം മാറ്റി നിർത്തുന്നു. ഉപവാസത്തിൻ്റെ പരിത്യാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ എനിക്ക് തടസ്സം നിൽക്കുന്നതിനെയെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്നിലേക്ക് തന്നെ തിരിഞ്ഞ് എൻ്റെ സുഖങ്ങളെ ഞാൻ നോക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഈശോയുടെ അടുത്തേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ നിൽക്കുന്നു. അതിൽ നിന്നും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് എൻ്റെ കണ്ണുകൾ തുറക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാൻ സന്നദ്ധയാകുന്നു. അതാണ് ദാനധർമ്മം. അതുകൊണ്ട് ഇന്നത്തെ ആദ്യ വായനയിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ഇതാണ്: നീ മറ്റുള്ളവർക്ക് നിൻ്റെ ഉപവാസത്തിൽ നിന്ന് നന്മ ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ വേദനയിലേക്ക് നീ ഇറങ്ങിച്ചെല്ലുമ്പോൾ, മറ്റുള്ളവരുടെ വേദന കണ്ട് നിന്നിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നൊരു ഉപവാസമാകാതെ ഉദാരതയോടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു ഉപവാസത്തിലേക്കും ദാനധർമ്മത്തിലേക്കും നീ വരുമ്പോൾ ഞാൻ നിന്നെ മരുഭൂമിയിലെ നീരുറവ പോലെയാക്കും. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ നശിച്ചു പോയതും നഷ്ടപ്പെട്ടു പോയതുമെല്ലാം പുനരുദ്ധരിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഈ ഒരു നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും ഇത്രയും നാളും ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയതും നശിച്ചു പോയതിനുമെല്ലാം പുനരുദ്ധരിക്കാനുള്ള ഒരു വിളി കൂടിയാണ് ഈ നോമ്പുകാലം. അതിന് ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ഉപവസിച്ചും പരിത്യാഗമെടുത്തും എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിനോടെല്ലാം നോ പറയുക. ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും ഉദാരമായ പരസ്നേഹത്തിലേക്ക് ഞാൻ വളരുക. കർത്താവ് ഇന്ന് എന്തുകൊണ്ടാണ് ചുങ്കക്കാരനായ ലേവിയെ വിളിക്കുന്നതെന്നത് ചിന്തിച്ചാൽ നല്ലതാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ചുങ്കക്കാരനായ വ്യക്തി നികൃഷ്ടനായൊരു വ്യക്തിയാണ്. ഒന്നാമതായിട്ട് അയാൾ റോമാക്കാരോട് കൂട്ടുകൂടുന്നു. അതിലുപരി അഴിമതിയിലൂടെയും പൂഴ്ത്തിവെപ്പിലൂടെയുമൊക്കെ അർഹിക്കപ്പെടുന്നതിലും അധികം ധനം ആ വ്യക്തി സമ്പാദിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെല്ലാൻ, ആ വ്യക്തിയെ തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ കൂടെ കൂട്ടാൻ എന്തുകൊണ്ട് കർത്താവ് തയ്യാറാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നിയമം പാലിക്കുന്ന ഫരിസേയർ അവിടെയുണ്ട്. ദേവാലയങ്ങളിൽ ചെന്ന് എല്ലാ തരത്തിലും വേദപുസ്തകത്തെക്കുറിച്ചും മറ്റ് പ്രവചനങ്ങളെക്കുറിച്ചും അറിവുള്ള നിയമജ്ഞരും സദുക്കായരും എല്ലാം അവിടെയുണ്ട്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെക്കാൾ ഉപരി എല്ലാ തരത്തിലും ബലഹീനവും നികൃഷ്ടവും സമൂഹം പോലും മാറ്റി നിർത്തുന്നതുമായ വ്യക്തികളെയൊക്കെ എന്തുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാക്കി? ഇന്ന് കർത്താവ് പറയുന്നൊരു വചനമില്ലേ, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാനാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് കർത്താവ് നീതിമാന്മാരെ മാറ്റി നിർത്തുന്നു? അപ്പോൾ നീതിമാന്മാരോട് ദൈവത്തിന് സ്നേഹമില്ലേ? രോഗികളെ അല്ലെങ്കിൽ പാപികളെ മാത്രമാണോ കർത്താവ് ഇത്രയേറെ സ്നേഹിക്കുന്നത്? നിങ്ങൾ മാതാപിതാക്കളായിരിക്കെ നിങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 2 മിടുക്കരായ 2 മക്കളുണ്ടെങ്കിലും ഒരാൾ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്ന, തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന വളരെ മിടുക്കനോ മിടുക്കിയായ ഒരു മകനോ മകളോ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഒരു മകനുണ്ടെന്നിരിക്കട്ടെ. നിങ്ങളുടെ മറ്റൊരു മകൻ വളരെ രോഗിയായ ഒരു മകനാണ്, അല്ലെങ്കിൽ വളരെ കുസൃതി കാണിച്ച് എപ്പോഴും തട്ടിത്തടഞ്ഞ് വീഴുന്ന, എപ്പോഴും തന്നെ മുറിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെന്ന് കണ്ണു തെറ്റിയാൽ എവിടെയെങ്കിലും കൊണ്ടൊരു മുറിവുണ്ടാക്കും, ഒരു രോഗമുണ്ടാക്കും. 2 മക്കളെ നിങ്ങൾ ഒരേപോലെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ കരുതലും കൂടുതൽ ശ്രദ്ധയും നിങ്ങൾ ആർക്ക് കൊടുക്കും? പെട്ടെന്ന് രോഗിയാകുന്ന, എത്രയും പെട്ടെന്ന് തന്നെ മുറിപ്പെടുത്തുന്ന, തട്ടിത്തടഞ്ഞ് വീഴുന്ന, അല്ലെങ്കിൽ ബലഹീനമായ പ്രകൃതിയുള്ള ആ ഒരു മകനോട് നിങ്ങൾ കൂടുതൽ കരുതൽ കാണിക്കും. അത് മറ്റേ മകനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഈ മകന് കൂടുതൽ കരുതലിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടും കൂടുതൽ ശ്രദ്ധ വേണ്ടതുകൊണ്ടുമാണ്. അതുപോലെ തന്നെ കർത്താവ് പറയുകയാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ, നീതിയിൽ ജീവിക്കുന്നവർ, വിശുദ്ധിയിൽ ജീവിക്കുന്നവരോട് ദൈവത്തിന് സ്നേഹമില്ലെന്നല്ല, ദൈവത്തിന് സ്നേഹമുണ്ട്. അവരെക്കുറിച്ച് ദൈവത്തിന് അഭിമാനവുമുണ്ട്. എത്രയും നന്നായിട്ട് പഠിക്കുന്ന, എത്രയും നന്ന ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളും ചിട്ടയോടെയും ദീർഘവീക്ഷണത്തോടെയും ചെയ്യുന്ന ഒരു മകനെക്കുറിച്ച്, മകളെക്കുറിച്ച് അപ്പനും അമ്മയ്ക്കും അഭിമാനമുള്ളതുപോലെ പ്രാർത്ഥിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന, ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും കുറിച്ച് ദൈവത്തിന് സ്നേഹമുണ്ട്, കരുതലുണ്ട്, അതിനേക്കാളൊക്കെ ഉപരി അഭിമാനമുണ്ട്. എന്നാൽ അടിക്കടി പാപത്തിൽ വീഴുന്ന, അടിക്കടി ദൈവത്തിൽ നകന്നു പോകുന്ന, പാപത്തിൻ്റേതായ പല ബന്ധനങ്ങളിലും വീണു പോകുന്ന മക്കളോട് ദൈവത്തിന് അനുകമ്പയുണ്ട്. അവർക്ക് കൂടുതൽ കരുതൽ വേണമെന്നും അവരെ കൂടുതൽ പരിപാലിക്കണമെന്നും അറിയുന്ന ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ ദൈവം അവരെ സ്നേഹിക്കുകയാണ്. എന്നിട്ട് പാപികളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ആ പാപത്തിൽ വീഴാതെ, രോഗത്തിൽ വീഴാതെ, തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകാതെ ഒരു അമ്മയും ഒരു അപ്പനും തൻ്റെ മക്കളെ പരിപാലിക്കുന്നത് പോലെ നമ്മളെ, പാപികളായ നമ്മളെ പരിപാലിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയിൽ അല്ലെങ്കിൽ മത്തായിയിൽ ലോകം മുഴുവനും വെറുക്കപ്പെടുന്നൊരു വ്യക്തിയെ കണ്ടപ്പോൾ, ഇഷ്ടമില്ലാത്ത, അതല്ലെങ്കിൽ പാപിയായ ഒരു വ്യക്തിയെ ചുറ്റുമുള്ളവർ കണ്ടപ്പോൾ, തൊലിക്കപ്പുറവും തൊഴിലിനപ്പുറവും ഈശോ കണ്ടത് ദൈവത്തിൻ്റെ കരുതൽ ആവശ്യമുള്ള, വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു മകനെയാണ്. അതിലുമുപരി കർത്താവ് കണ്ടത് ഏറെ സാധ്യതകളുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ഒരു മകൻ്റെ ജീവിതത്തെയാണ് കർത്താവ് ലേവിയിൽ കണ്ടത്. അതുകൊണ്ട് ആ ലേവിയെ വിളിക്കുന്നത് വഴി തൻ്റെ ജീവിതത്തെ മുഴുവനും ലേവി ഒരു ആഘോഷമായിട്ട് മാറ്റുന്നുണ്ട്. പ്രിയമുള്ളവർ, ഈ നോമ്പുകാലത്തിൻ്റെയും ആഘോഷം എന്ന് പറയുന്നതാ. ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ചുങ്കസ്ഥലത്തു നിന്ന് വിളിക്കപ്പെട്ട ലേവി ഒരു വിരുന്ന് നടത്തിയതുപോലെ എൻ്റെ ജീവിതം ഒരു ആഘോഷമായിട്ട് മാറും. ക്രിസ്ത്യ ജീവിതം യഥാർത്ഥത്തിൽ ഈശോയിലുള്ളൊരു സെലിബ്രേഷനാണ്, ആഘോഷമാണ്. ഈശോയെ ഞാൻ അനുഭവിച്ച് കഴിയുമ്പോൾ, ഈശോയെ ഞാൻ സ്നേഹിച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഒരു ആഘോഷമായിട്ട് മാറണം. എങ്ങനെയൊക്കെയോ പെർഫെക്റ്റായിട്ട് തട്ടിമുട്ടി ജീവിക്കുക എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ഈശോയെ അനുഭവിച്ച് കഴിയുമ്പോൾ, ഈശോയെ അനുഗമിക്കുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് ആ ഈശോയുടെ സാന്നിധ്യം നിറയ്ക്കാനായിട്ട് ലേവിയെപ്പോലെ എൻ്റെ ജീവിതവും ഞാനൊരു ആഘോഷമായിട്ട് മാറ്റുക.
ഈ ആഘോഷത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ കർത്താവുണ്ടായിരുന്നു. ആ ഒരു ലേവി എന്ന മകൻ, ചുങ്കക്കാരനായവൻ, സമൂഹം മുഴുവൻ അകറ്റി നിർത്തപ്പെട്ടവൻ, തനിക്ക് കിട്ടിയ ഈശോ തനിക്ക് നൽകിയ വിളിയിലൂടെ ഒരിക്കലും സാധ്യതയില്ലാത്ത മറ്റു ചുങ്കക്കാരിലേക്കും പാപികളിലേക്കും ഈശോയുടെ സ്നേഹം എത്തിക്കാൻ തയ്യാറായി. സ്നേഹം നിറഞ്ഞവർ, ഈ ഒരു നോമ്പ് കാലത്തിലും പാപിയായ എന്നെ തേടി വന്ന ഈശോയുടെ സ്നേഹം, എനിക്ക് വേണ്ടി ഈശോയെ ബലി നൽകുവാൻ തയ്യാറായ പിതാവിൻ്റെ സ്നേഹം ഞാനും നിങ്ങളും തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിലും ഈശോയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതവും ഒരു ആഘോഷമായിട്ട് മാറണം. ഈശോയെ അടക്കി പിടിച്ച് വയ്ക്കാൻ പറ്റാത്തത്ര ആഘോഷത്തിലും ആനന്ദത്തിലും ആ ഈശോയുടെ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് പകരാൻ എനിക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദാനധർമ്മത്തിലുമെല്ലാം ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നമുക്ക് വളരാം. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ മറ്റുള്ളവരോട്, സഹോദരങ്ങളോടുള്ള കരുണയിലും സ്നേഹത്തിലും അനുകമ്പയിലും നമുക്ക് ആഴപ്പെടാം. കർത്താവ് എന്നെ കാണുന്നത് പോലെ ചുറ്റുമുള്ളവരിലേക്കും ആഴത്തിൽ അവരുടെ ജീവിതത്തെ കാണാനും മനസ്സിലാക്കാനും ഇറങ്ങിച്ചെല്ലാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.